ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. കുറേ നാളുകളായി ഇതുപോലുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഫേസ് കാണിക്കാത്ത വീഡിയോകളാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇടുന്നത്. യാത്രകളുണ്ടായിരുന്നു, അസുഖങ്ങളുണ്ടായിരുന്നു, എല്ലാം ഒന്നും ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറയാൻ വന്നത്, നമ്മളെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇങ്ങനെ നിരന്തരം ഒരു ദിവസം 3-4 വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആഷയുടെയും ജാസിയുടെയും. പുരുഷനായ ജാസിയും പുരുഷനായ ആഷിയും കല്യാണം കഴിക്കാൻ പോകുന്നു. അവർക്ക് കുട്ടികൾ വേണം, ആഷിക്ക് കുട്ടികൾ വേണമെന്ന് പറയുന്നു. അപ്പോൾ ജാസി പുരുഷൻ സ്ത്രീയാവാൻ സർജറി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ള വീഡിയോകൾ കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ മാസങ്ങളോളമായിട്ട് അത് തന്നെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് മറുപടി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എൻ്റെ ചില വീഡിയോ ചെയ്യാനുള്ള ചില അസൗകര്യങ്ങൾ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല എന്നേ ഉള്ളൂ. ഓരോ വീഡിയോയിൽ കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരങ്ങളാണ്. ആ നായി ജാസിക്ക് വേറെ പണിയൊന്നുമില്ല. ആ ആഷയുടെ ഉമ്മാടെ കണ്ണുനീരിൻ്റെ വില ജാസി കൊടുക്കേണ്ടി വരും. കാരണം ജാസി നല്ലതുപോലെ അനുഭവിക്കണം. ജാസിയുടെ ഉമ്മയും അതുപോലെ തന്നെ. ഇനി ജാസിയുടെ ഉമ്മ ജാസിക്ക് സപ്പോർട്ടായിരിക്കല്ലോ. അതുകൊണ്ടാണല്ലോ ജാസി ആഷിനെ പിടിച്ച് വെച്ച് തടങ്കലിൽ വെച്ച് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ കുറേ കണ്ടു. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഇതൊന്നുമല്ല. അതൊക്കെ കഴിഞ്ഞു പോയിട്ട് കുറേ നാളുകളായി. അവൻ സർജറി ചെയ്യാൻ റിനെ മെഡിസിറ്റിയിൽ അഡ്മിറ്റാണെന്നും അവിടെ നിന്ന് അവന് സർജറി ചെയ്തു തന്നു. ഇവൻ എന്ത് കോപ്പിലെ സർജറിയാണോ തനിക്ക് ചെയ്തത്? ഒന്ന് പറയാമോ? എന്ത് സർജറിയാണ് നിനക്ക് ചെയ്തതെന്ന്? നമ്മുടെ ബൈജൂസ് വിളിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു സർജറി ഇല്ല. അങ്ങനെ ഒരു സർജറി അവിടെ ഉണ്ടെങ്കിലല്ലേ അത് നിനക്ക് ചെയ്യേണ്ടതുള്ളൂ. നിനക്ക് മൂലക്കുരുവിനായിരിക്കും സർജറി ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും സർജറി ആയിരിക്കും. സർജറി എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് പോയി കിടന്ന് കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് വരുന്ന അല്ല സർജറി എന്ന് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. വളരെ വ്യക്തമായിട്ട് നിങ്ങളിങ്ങനെ പറയുമ്പോഴെല്ലാം ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇത് എന്ത് സർജറിയാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആഷിക്ക് കുഞ്ഞുങ്ങളെ വേണമെന്നാണ് പറയുന്നത്. ആഷിക്ക് കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജാസി സർജറി ചെയ്താൽ, എടാ നിനക്ക് ഗർഭപാത്രമില്ലാതെ എവിടെ നിന്നാടോ നീ ഗർഭിണിയാകുന്നത്? കുറേ ദിവസം നീ ഗർഭിണിയാണെന്നും പറഞ്ഞ് ഗർഭിണികൾ നടക്കുന്ന പോലെ കളിയാക്കിക്കൊണ്ട് നീ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഒത്തു നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സർജനൊക്കെ നാട് കടത്തും തന്നെ ഇവിടുന്ന്. നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന്, നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ വ്ളോഗേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാൽ ജാസിനെ നാട് കടത്തണം. അതാണ് വേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പിന്നെ ഹെലനോ സ്പാട്ട് അവൾക്ക് തുണിവൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അവരുടെ വീഡിയോ ഞാൻ കാണുന്ന ആളാണ്. അവർ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഹെലനോ സ്പാട്സ്. ധന്യ കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ നന്നായിട്ട് നീ തെറി വിളിച്ചല്ലോ. നമുക്കൊക്കെ ഇതെങ്ങനെ വായിൽ വരും എന്നുള്ളതായിരുന്നു. നമ്മൾ മുഴുവനും കണ്ടിട്ടാ. നിങ്ങൾ പുലിയാണ്, പൊപ്പുലിയാണ്. നമ്മൾ കോഴിക്കോട്ടുകാർ മലബാറുകാർ അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ വേണ്ടോടത്തിൽ വേണമല്ലോ പറയാൻ. എനിക്ക് ഈ ജാസി എന്ന് പറഞ്ഞ ആണും പെണ്ണും കെട്ടവനോട് ചോദിക്കാനുള്ളത്, നീ എവിടെയാണ് സർജറി ചെയ്തത്? എൻ്റെ ലിംഗം 2 കഷ്ണാക്കി വലിച്ചെറിഞ്ഞോ? കാക്കക്കിട്ട് കൊടുത്തോ? അതായിരിക്കും ചെയ്തത്. ഒരറ്റ മുറിക്കലുണ്ട്. സുന്നത്ത് കഴിഞ്ഞതല്ലേ? ഇനി അല്ല, സുന്നത്ത് കഴിഞ്ഞില്ലേ? ഇപ്പം സുന്നത്താണോ നടത്തിയത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ രഹസ്യഭാഗങ്ങളൊക്കെ ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? നിന്നെ നോക്കാൻ നിൽക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, ഒരു ലേഡി, പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, മറന്നുപോയി. അലൻജൂസ് പെരേരയെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ നല്ല പച്ച ഇല കൊണ്ടുള്ളൊരു മാലയൊക്കെ ഇട്ട് രണ്ടും കൂടെ. എന്തിനാ നടക്കുന്ന പെണ്ണുങ്ങളാണ് നിങ്ങളൊക്കെ? നിങ്ങൾ സ്ത്രീകളെ പറയിപ്പിക്കാനായിട്ട് നടക്കുന്നവരാണല്ലേ. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും, എത്രയൊക്കെ സപ്പോർട്ട് ചെയ്താലും
നീ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോമാളിത്തരം നീ കാണിച്ചാലും ആഷിയുടെ ഉമ്മയുടെ ശാപം അതൊരു ഒന്നൊന്നര ശാപം തന്നെയാണ്. അത് നീ അനുഭവിച്ച് നീ പോകുള്ളൂ കേട്ടോ. ഒരു 10 മാസം വയറ്റിൽ കൊണ്ട് നടന്നിട്ട് ആ സ്ത്രീ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഒരു മകനെയാണ് നീ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നീ ഡൗൺ സർജറി ചെയ്യാൻ വയ്ക്കുന്നത്. അതിൻ്റെ സിലിക്കൺ വെച്ച ഇങ്ങനെ ഇട്ടുണ്ടല്ലോ, ഇത്രയുണ്ട് കാണിച്ചെന്ന്. അതല്ലേ നീ കാണിച്ചു കൊടുത്തത്? ഹെലനാസ് പാട്ട ധന്യൊക്കെ നീ എന്താ കാണിച്ചു കൊടുത്തത്? ആ പെണ്ണിനെ എൻ്റെത് കാണാൻ വേണ്ടി നിന്നതൊന്നുമല്ല, എൻ്റെ സുഹൃത്താണെന്ന് പറയുന്നുണ്ടല്ലോ. സുഹൃത്തായിട്ടുണ്ടാകും, അത് നീ നല്ല സമയത്തായിരിക്കും. നീ തോന്നിവാസം കാണിക്കുന്നതിന് ഒരു സ്ത്രീയും നിനക്ക് സുഹൃത്തായിട്ട് വരൂല. അങ്ങനെ വരുന്ന സ്ത്രീകളൊക്കെ നിന്നെപ്പോലെ തന്നെ രണ്ടും കെട്ടവരായിരിക്കും. ആണും പെണ്ണും കെട്ടവൻ എന്ന് പറയണം. അവനെന്നും പറയാൻ പറ്റില്ല, തന്നെ അവളൊന്നും പറയാൻ പറ്റില്ല. കുറെ സിലിക്കോണും വെച്ച് കെട്ടി സാരി ഉടുത്ത് മുല്ലപ്പൂവും ചൂടി ലിപ്സ്റ്റിക് ഇട്ട് എന്താണ് സദസ്സിൽ ഇരിക്കുന്നത് കണ്ടാല് അതുപോലെ കൂടെ തേച്ച് വെളുപ്പിച്ച് ഒരുത്തനെയും കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ കോൽക്കളി തന്നെ കളിക്കേണ്ടി വരും കാലാകാലം കേട്ടോ. കോൽക്കളി കളിച്ച് നിങ്ങൾ അവിടെ കുത്തിരുന്നോളി. നമ്മൾ സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടരുത്, പറഞ്ഞു തന്നേക്കാം. നിന്നെ തേടി ഒരു ദിവസം വരും നാട്ടിലേക്ക്, നിന്റെ നാട്ടിലേക്ക് പിടിച്ചിട്ടിട്ട് 4 ചാട്ടവാറ കൊണ്ട് തല്ലണം. തന്നെ ചാട്ടവാറ എടുത്തിട്ട് നന്നായിട്ട് വീശണം, പിടിച്ച് കെട്ടിയിട്ടിട്ട്. അതാണ് വേണ്ടത്. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് കേട്ടാ. തന്നെയല്ല, നിൻ്റെ അപ്പം വന്നാലും പേടിയില്ല ഞങ്ങൾക്കൊന്നും. എനിക്ക് ഒട്ടും പേടിയില്ല. നീ കൊണ്ടുപോയി കേസ് കൊടുത്തേക്ക്. എന്തൊരു നശീകരം, ശല്യം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ശല്യം നീയാണിപ്പം. അതിനേക്കാളും പോരും നീ എവിടെ വെച്ച് ഗർഭിണിയാകുന്ന പറയുന്നത്? നിന്റെ പിന്നെ മൂത്രസഞ്ചിൻ്റെ അകത്താണോ ഗർഭിണിയാകാൻ പോണത്? നീ കുട്ടീനെ വെക്കാൻ പോണത്? അല്ല ആമാശയത്തിൻ്റെ അകത്താണോ കുട്ടീനെ വെക്കാൻ പോണത്? ഈ എവിടെ സർജറി ചെയ്തിട്ട് ഗർഭപാത്രം തുന്നി പിടിപ്പിക്കാന്നാ വിചാരിച്ച്? എടോ, ഒരു കാലത്ത് ഒരു പുരുഷനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷന് സ്ത്രീയാകാൻ പറ്റൂല. ജന്മന അത് സ്ത്രീയായിട്ട് ജനിക്കണം. എങ്കിൽ മാത്രമേ അതൊരു സ്ത്രീ ആകുള്ളൂ. എങ്കിൽ മാത്രം ആ സ്ത്രീക്ക് മാത്രമേ പ്രസവിക്കാനും പറ്റുള്ളൂ, ഗർഭിണിയാകാൻ പറ്റുള്ളൂ, പ്രസവിക്കാൻ പറ്റുള്ളൂ. പ്രസവിക്കാൻ പറ്റാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഗർഭപാത്രത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രസവിക്കാൻ പറ്റില്ലെങ്കിൽ മേജർ സർജറി ചെയ്ത് ആ കുഞ്ഞിനെ പുറത്തെടുക്കും. അറിയോ? ഉമ്മാനോട് ഇത് ചോദിച്ചു നോക്കിക്കാള് എങ്ങനെയായിരുന്നെന്ന്. ഉമ്മ തന്നെ പോലെ ആണായിട്ട് പെണ്ണായി വന്നിങ്ങളിട്ട് പാപ്പാൻ്റെ അടുത്ത് നിന്ന് ഗർഭം ഉണ്ടാക്കിയാണോ എന്ന് ചോദിച്ചു നോക്കേണ്ടിട്ടാ. ഉമ്മനോട് ചോദിക്കണേ ജാസി. ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടിക്കുന്നവർ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. ഉളുപ്പില്ലാത്തോളം ആണും പെണ്ണും കെട്ട ജാതി ഷണ്ടൻ. നമുക്കൊക്കെ വേറെ പണിക്ക് പോകുന്നതാണ് നല്ലത് കേട്ടാ. നീ മറ്റൊരുത്തരെ കോണത്തിൽ ഇതും കൊണ്ട് വരരുത് സോഷ്യൽ മീഡിയയിലേക്ക്. കുറേ നാളെ എനിക്ക് വീഡിയോ ശബ്ദമൊന്നും ശരിയായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഞാൻ. കുറേ നാളെ ഇത് കാണുന്നു എൻ്റെ അഴിഞ്ഞാട്ടം സോഷ്യൽ മീഡിയയിൽ. ജാഷിക്ക് കുട്ടികളെ വേണം, അതുകൊണ്ടുള്ള സിലിക്കൺ വെച്ച് ഇവിടെയൊക്കെ കൂടെ ഇവിടെ കൊണ്ട് വെച്ച് തള്ളി നെഞ്ചുന്തി അങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുത്ത് ലിംഗം മുറിച്ച് കളഞ്ഞേര്. ലിംഗമാറ്റ ശസ്ത്രക്രിയ അത് മുറിച്ച് കളഞ്ഞിട്ട് അവിടെ കീറിയും കണ്ട് തുന്നിക്കൂട്ടി ഉണ്ടാവുമോ? എനിക്ക് ഇതിനേക്കാളൊക്കെ ഫഹദിൻ്റെ ഒരു വീഡിയോ കണ്ടെൻ്റെ ഫഹദ് സർജറി ചെയ്ത് കിടക്കുന്ന ഒരു വീഡിയോ കണ്ട് ചിരിച്ച് വീഡിയോ കാണാൻ പറ്റുന്നില്ല. എങ്ങനെ മോനെ ഈ ആ വീഡിയോ അങ്ങനെ ചെയ്തത്? എനക്കെതിരെ ജാസി വീഡിയോ ചെയ്യുന്നവരെ തലേ കയറാൻ വന്നിട്ട് ഒരു കാര്യമില്ല. ആദ്യം നീയൊന്ന് അടങ്ങ്. എവിടുത്തെ ഇതാക്കാനാ വരുന്നത്? കോഴിക്കോട് ട്രാൻസ്ജെൻഡർ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് നീ പ്രസവിക്കൂല പറഞ്ഞിട്ട് കേട്ടോ. ട്രാൻസ്ജെൻഡർ കോഴിക്കോട് അതാ എൻ്റെ നാട്ടിലാണ്. ഏകദേശം വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 1/2 കിലോമീറ്ററേ ദൂരമേ ഉള്ളൂ. ഷിയ ഫഹദ്, സിയയും ഫഹദും താമസിക്കുന്നത്. അത് അവര് വേഷം മാത്രമേ മാറിയിട്ടുള്ളായിരുന്നു.
മുടിയും കട്ട് ചെയ്ത് ഡ്രസ്സ് പാൻറ്റും ഷർട്ടും ഇട്ട് അവൾ സാരി ഇട്ട്. അവൾ ആണായിട്ടുമില്ല, അവൻ പെണ്ണായിട്ടുമില്ല. അവർ അതേപോലെ തന്നെ ഉള്ളതിൽ വേഷം മാത്രം മാറിയും കണ്ടിട്ട് ഞങ്ങൾ ട്രാൻസ്ജെൻഡറാണെന്ന് പറഞ്ഞ് അതിൽ കല്യാണവും കഴിച്ചു. അപ്പം തീർച്ചയായിട്ടും പെണ്ണ് ആണായിട്ട് മാറിയിട്ടില്ല, ഗർഭപാത്രം മാറ്റിയിട്ടില്ലെങ്കിൽ ഗർഭിണിയാകും. ആ ആണ് ഗർഭിണിയായി എന്നും പറഞ്ഞു നടക്കുന്നത് ഇപ്പം ഇതാണാ. അവർ താമസിക്കുന്നത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വെള്ളിപ്പറമ്പ് ഉമ്മളത്തൂരാ. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. അതുകൊണ്ട് അത് കണ്ടിട്ട് നീയെ ഗർഭം ചുമക്കാതിരിക്കില്ല. ഈ ആണ് തന്നെയാണ്. ജാസി ആണാണ്, ആഷിയും ആണാണ്. നിങ്ങൾ രണ്ടാളും കൂടെ കോൽമക്കളി കളിച്ചാൽ മലപ്പുറത്തെ ദഫ്മുട്ടും മുട്ടിയും കണ്ട് കുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. ദഫ്മുട്ട്, കോൽക്കളി, രാവിലെ ഉത്സവത്തിന് കോൽക്കളി കളിക്കാൻ പറ്റും. നിങ്ങളെ രണ്ടാളെയും കൂടെ അവിടെ കോൽക്കളി കളിച്ചു തിരുന്നോളൂ ഒറ്റയ്ക്ക് ഒരു വീട്ടിനുള്ളിൽ കേട്ടാ. ഇത്രയും നശീകരം പിടിച്ചൊരു സാധനം. ആഷിയുടെ ഉമ്മാനെ ആഷിയുടെ ഉമ്മ എത്രത്തോളം നെഞ്ചുരുകി പറയുന്നുണ്ടെന്നറിയോ, എത്രത്തോളം അവർക്ക് വിഷമമുണ്ടെന്നറിയോ. നീയാണ് ഇതിനൊക്കത്തിന് കാരണം. എനിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല, അതാണ്. അങ്ങനെ ചാട്ടവാർ എടുത്ത് അടിക്കാൻ അവിടുത്തെ നാട്ടിൽ ആണുങ്ങളില്ല, അതാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നീ അവിടുന്ന് സ്ഥലം മാറി താമസിക്കുകയാണ്. നാട്ടുകാരായവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജാസീന ആ ഏരിയയിലേക്ക് കയറ്റരുത്. കൂട്ടത്തിലും കുടുംബത്തിലും ചുറ്റുഭാഗത്തുമുള്ള സ്ത്രീകളെ മുഴുവൻ അവഹേളിച്ചാണ് അവന് മറ്റേ സർജറിക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അവൻ ഒരു സർജറി ചെയ്തിരില്ല. അവന് മൂലക്കുരു ആയിരുന്നു, മൂലക്കുരു. അതിന് അടപ്പിട്ടിട്ടുണ്ടാവും, മെഷിട്ടടച്ചേ ഉണ്ടാവും മൂലം. അവിടെയൊക്കെ കൂടെ ചൊറി പിടിച്ചിട്ടുണ്ടാവും, ഉപ്പുവെള്ളത്തിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, വിറ്റാഡിന് ഒഴിച്ച് കഴുകി കൊടുത്തിട്ടുണ്ടാവും. അതും വിറ്റാഡിനെ ഒഴിച്ച് കഴുകി അവിടെ ഉണക്കിയും കണ്ട് കുത്തിരുന്നു കേട്ടോ. നാറി, പരമ നാറി. ഇനി നിന്റെ വീഡിയോ കാണട്ടെ. ഒരു മനുഷ്യൻ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്പോർട്ട് അടിച്ച് വിടുന്നില്ലെന്നേ. എന്ത് ആഭാസത്തരാണ് ആ ചങ്ങായി കാണിക്കുന്നത് യൂട്യൂബിൽ വന്നിരുന്നിട്ട്. അറച്ചു പോകുന്നുണ്ട്. അവൻ്റെ ഫോട്ടോ കാണുമ്പോഴേ അറച്ചു പോകുന്നുണ്ട്, അവൻ്റെ വീഡിയോ ഒന്ന് കാണുമ്പോൾ. സിസേറിയൻ ചെയ്ത ആൾക്കാരേക്ക് പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കുളിപ്പിച്ച് കൊടുക്കാൻ. എടാ എൻ്റെ പിന്നെ ശസ്ത്രക്രിയക്ക് ശേഷം എന്നെ അന്ന് മുതൽ ഇന്നലെ വരെ നോക്കിയ ഒരു ലേഡി ഉണ്ടല്ലോ, എന്നെ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന, വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അകറ്റി നിർത്തി നിന്റെ കസ്റ്റഡിയിൽ നിർത്തിയിരിക്കുന്ന ആഷി, അവനല്ലേ ഇതൊക്കെ ചെയ്തു തരണ്ടേ നിനക്ക്? അല്ലാണ്ട് ഒരു സ്ത്രീയാണ് ഞാൻ കൊണ്ടുപോയി നിർത്തുന്നത്. ഡൗൺ സർജറി ഒന്നും നീ നടത്തിയിട്ടുമില്ല, നീ ഒരു സർജറി നടത്തിയിട്ടില്ല. എനിക്ക് മൂലക്കുരു ആയിരുന്നു. ഓരോരിക്കലും കുറെ ചിരിക്കണം വെച്ച് കെട്ടി അവള് ക്ഷേത്രത്തിലും അല്ലാത്തോടത്തിലും ഒക്കെ പോയി. ചില ക്ഷേത്രത്തിലത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് നിനക്കിട്ട് 2 തരണം എന്ന്. ഞാൻ വരുന്നുണ്ട് നിന്റെ നാട്ടിലേക്ക്. ഫഹദിനും സിയയ്ക്കും കുട്ടികൾ ജനിച്ചത് എങ്ങനെയാന്നുള്ളത് ഞങ്ങൾക്കൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ജനനം കൊടുത്ത കുഞ്ഞിന് ജനനം കൊടുത്തതോട് കൂടി തന്നെ അവന് എല്ലാം ഷണ്ഡീകരണം നടത്തി കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങൾക്ക് അവനുണ്ടാവില്ല. അവൾ അവനാകുന്നു, അവൻ അവളാകുന്നു. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ ഇത്തിരി ബഹുമാനിച്ചിരുന്നു. ബഹുമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇവരൊരുപാട് വേദനകളൊക്കെ സഹിച്ചാണ് സർജറിയൊക്കെ ചെയ്തിട്ട് വരുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് കൂട്ടില്ല, സംസാരിച്ചിട്ട് പോലും ഇല്ല ഇതുവരെ. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. അവരിതെല്ലാം കാണുന്നില്ലേ? അവരെന്താ ഒന്നും പറയാത്തത്? ഈ ആഷിയെയും ജാസിയെയും ഇങ്ങനെ പിന്നെ നായന്റെ കൂട് തുറന്നിട്ട മാതിരി ഇങ്ങനെ തുറന്ന് വിട്ടിരിക്കുകയാണോ? ബാക്കി നാളെ പറയാം. എന്തായാലും വീഡിയോ കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യ്. ജാസിയെ
ആഷിയെയും. അപ്പം കുറേ ആൾക്കാർ വരും, ഇത് കാണുന്നവർ കുറച്ച് പേര് കമൻ്റ് ഇടും, നിങ്ങളവിടേക്ക് വന്നിണ്ടാ, അവരങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അതാ പറയുന്ന ആൾക്കാരുടെ വീട്ടിലെ ഒരംഗം ഇതേപോലെ ചെയ്യുമ്പോൾ അവർ ഇതേപോലെ തന്നെ സംസാരിക്കണം കേട്ടോ, ഇതേപോലെ തന്നെ സംസാരിക്കണം. ഞാൻ ഹെലനാസ് പാട്ടിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ചിലരൊക്കെ ഇതിട്ടത് കണ്ട്, കമൻ്റ് ഇട്ടത് കണ്ട്. ഇപ്പോൾ അവരെ കണ്ടൻ്റാക്കി എടുത്തിട്ട് നമ്മൾ ആ ചാനലിനെ റീച്ചാക്കുകയെന്ന്. നമുക്ക് വേറെ കണ്ടന്റ് കിട്ടാൻ ലേറ്റല്ല, ഇത് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.